ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് പേര് കേട്ടിട്ട് ഒരു അടിപൊളി സംഭവമാണെന്ന് തോന്നി. അങ്ങനെ വാങ്ങി കഴിച്ചതാണിത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അറിയാലോ അതിനകത്ത് ഏകദേശം എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ വളരെ മോശമല്ലേ. ഇതിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? ഗ്ലോറി. അപ്പൊ ഞങ്ങൾ കഴിച്ചത് മാംഗോയുടെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അവക്കാഡോ ചേർത്തിട്ടാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? എന്നാൽ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അവക്കാഡോ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഇങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കണം, കാരണം ഞാൻ മാംഗോയുടെയാണ് കഴിച്ചത്. ഇത് എൻ്റെ രീതിയിൽ മാംഗോയ്ക്ക് പകരം അവക്കാഡോ ചേർത്തന്നേ ഉള്ളൂ. ബാക്കി അവർ ചേർത്ത സാധനങ്ങൾ തന്നെയാണ് ഞാനും ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തേന്. ഇനി നമുക്ക് ചെറിയ ഒരു കപ്പിന് 1 കപ്പ് നല്ല തണുത്ത പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് കാണിക്കാം. ഇനി ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിലേക്ക് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു ആപ്പിളും ഒരു പഴവും കൂടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കാഷ്യൂ, അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അവക്കാഡോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് നേരം മുന്നേ പുറത്തെടുത്ത് വെച്ചതാണ്. സ്ട്രോബെറി ഐസ്ക്രീം, ഇനി മാംഗോ ഐസ്ക്രീം. നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് റോസ് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്ലോറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കണ്ടിട്ട്? കിഡു ടേസ്റ്റ് ആയിരുന്നു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കോരി കഴിച്ചാൽ മതി. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് ഒത്തിരി നേരം വെച്ചിട്ടിരിക്കുന്നില്ല, മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ.